കേസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് കൂടെ വരുന്നുണ്ട്. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതി ചേർത്താണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അടൂർ സ്വദേശിയായ രാഹുലിന്റെ സുഹൃത്തിനെ കൂടി കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു. ജോബി ജോസഫ്. ഗർഭചിത്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ അന്വേഷണ സംഘം പറയുന്നത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി ഉണ്ടായിരിക്കുന്നത് സുഹൃത്തിനെ കൂടെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ഗർഭചിത്രത്തിനടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകിയത് ഈ സുഹൃത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ സുഹൃത്തും കൂടെ കേസിലേക്ക് വരുന്നു. എന്താണ് വിവരങ്ങൾ? സുഹൃത്താണ് ഈ ഗർഭചിത്രത്തിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണ് എന്നുള്ളതാണ് ഈ അതിജീവിതം നൽകിയിരുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോബി ജോസഫിനെയും കൂടി ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇയാൾക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഇയാളുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഇത് മെയ് മാസത്തിലാണ് അതിജീവിത പ്രഗ്നന്റ് ആവുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ വിവരം പറയുന്നു. അപ്പോൾ ഇത് ഗർഭചിത്രം നടത്തണം എന്നുള്ളൊരു കാര്യമാണ് ഈ അതിജീവിതയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോബി ജോസഫാണ് ഇതിനു വേണ്ടിയുള്ള ഗുളികയൊക്കെ എത്തിച്ച് നൽകുകയും ചെയ്തിരുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സുഹൃത്ത് ജോബി ജോസഫ് ഈ ഗുളികകൾ കൊടുത്തതിന് ശേഷം ഇത് അതിജീവിത കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു എന്നുള്ള ഒരു മൊഴിയും അതിജീവിത നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ശക്തമായ മൊഴികളും അത് സാധൂകരിക്കുന്ന മെഡിക്കൽ തെളിവുകൾ വന്ന ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുഹൃത്തിനെയും കൂടി പ്രതിയായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും ഇയാളുടെയും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഗുരുതരമായ വകുപ്പുകൾ തന്നെയായിരിക്കും ഇയാൾക്കെതിരെ ചുമത്തുക. കാരണം അശാസ്ത്രീയമായ രീതിയിൽ നിർബന്ധിത ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. ആ വകുപ്പിലാണ് ഒരാളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റും കൂടുതൽ കേസും കൂടുതൽ പ്രതികളും ഉണ്ടാകുന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതും വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുലിനും അതോടൊപ്പം തന്നെ രാഹുലിനെ സഹായിച്ച രാഹുലിന് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും കുരുക്കുമുറുകയാണ്. കൂടുതൽ ആളുകൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. സിജോ, ഈ കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സുഹൃത്തിന്റെ കൂടെ പേര് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഈ സുഹൃത്തു കൂടി സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മറ്റാരുടെയെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. ഒരുപക്ഷെ മൊഴിയുടെ വിശദാംശങ്ങൾ മുഴുവൻ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുന്നുണ്ടെന്നാണോ സിജോ പറയുന്നത്? അതെ, കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ ഗർഭചിത്രം നടത്തുന്നതിന് അല്ലെങ്കിൽ അത് ഈ യുവതിയെ പ്രേരിപ്പിക്കുന്നതിനൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇതിൽ രാഹുൽ മാത്രമല്ല, രാഹുൽ പറഞ്ഞതിന് ശേഷം അതിജീവിത ഇക്കാര്യം സമ്മതിക്കുന്നില്ല. അതിനുശേഷം ആണ് കൂടുതൽ ആളുകളും ഇത്തരത്തിൽ ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഏതെല്ലാം വഴികൾ, എന്തെല്ലാം കാര്യങ്ങൾ, ഏത് രീതിയിൽ ഈ ഗർഭചിത്രം നടത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹായം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഞാൻ ഈ പറയുന്ന ജോബി ജോസഫ്. ജോബി ജോസഫാണ് ഇത്തരത്തിൽ മരുന്നുകൾ എത്തിച്ചു നൽകുകയും ചെയ്യുന്നത്. അതിനുശേഷം പല രീതിയിലും ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകളുടെ ഇൻവോൾവ്മെന്റ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില മൊഴികളാണ് അതിജീവിത നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ആരൊക്കെ ഈ കേസുകൾ വരുമ്പോഴത്തേക്കും പ്രതിയേർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം ഇപ്പോൾ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളത്. ഈ കേസ് പ്രത്യേക സംഘത്തിന് കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംഘമായിരിക്കും സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോവുക. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിജീവിതയുടെ മൊഴിയാണ്. അതോടൊപ്പം തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്ന, ഇത് ഉറപ്പുവരുത്തുന്ന തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗർഭചിത്രം നടത്തിയിട്ടുള്ള മെഡിക്കൽ രേഖകളാണ്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഇതിന് ശേഷവും അവർ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്, പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിലൂടെയൊക്കെ സംപ്രേഷണം ചെയ്തിട്ടുള്ള രാഹുലിന്റേതായ ശബ്ദം ഉണ്ട്. ആ ഓഡിയോ റെക്കോർഡ്സും ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ നിർബന്ധിതമായ
ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതും തെളിയിക്കുന്ന ഒരു പരിധിവരെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനും പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെളിവുകൾ എന്ന് പറയുന്നത് അത് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരം തെളിവുകൾ ലഭിച്ച അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്.